ഹലോ ആ കയറ്റം കയറി വരുമ്പോ മൂന്നാമത്തെ വീട് നീല കാറ് സൈഡിൽ കിടപ്പുണ്ട്. ഓക്കെ 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 ഓക്കെ. അവന്മാര് വരുമ്പോഴെങ്കിലും ഇതൊന്നും അലക്കാതിരുന്നാ മതിയായിരുന്നു. ഏതെങ്കിലും മണ്ഡപത്തികളാ വരുന്നെങ്കിൽ നിന്റെ ഭാഗ്യം. ഫുള്ള് എലി കറണ്ട് ഇട്ടേക്കോ. എടാ ഒരു 50 രൂപയെങ്കിലും കിട്ടിയില്ലേ നമുക്കിത് മുതലാവത്തില്ലടാ. 50 രൂപ 25 കിട്ടിയ ഭാഗ്യം. തൊടാനും പേടിയാണല്ലോ പുല്ല്. അതേ വരുന്ന കേട്ടോ അവര്. ഞാനല്ലേ വണ്ടി? ആ ഇതാ നമ്മുടെ വണ്ടി. 2010 മോഡല്. നോക്കണം. സെക്യൂരിറ്റി ഫീച്ചറൊക്കെ ഉണ്ടല്ലേ? അണ്ണൻ പണ്ട് ജർമ്മനിയിലായിരുന്നു. അന്ന് മേടിച്ചതാ. കുറച്ച് പൈസയായി. ഇനി കള്ളന്മാരായി ശല്യമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഓണാക്കിയിടും. നമ്പറൊക്കെ തിരിഞ്ഞിരിക്കുന്നത് അത് തലരിഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. കൈ കൊടുക്കട്ടോ. ഓക്കെ. ആ താക്കോലും ഞാൻ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. അത് ഓണത്തില്ലേ? പണ്ട് ഇതിന്റെ പേര് ഡിക്കി എന്നായിരുന്നു. ഇപ്പോഴും കണ്ട് മാറിയതാ ഓണട്ടാണ്. വണ്ടിയോ ഇത് പൊക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്കറിയാം. സൂപ്പറാ വണ്ടി, നല്ല കണ്ടീഷൻ. അല്ല ബ്രോ, അപ്പം എങ്ങനെ റേറ്റിന്റെ കാര്യമൊക്കെ? അതിപ്പോ നമ്മള് വലിയ കച്ചവടക്കാരൊന്നും അല്ല. കച്ചവടം ആകുമ്പോ നിങ്ങൾക്ക് ഒരു മുതലാവണം, നമുക്ക് മുതലാവണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഒരു വില പറഞ്ഞു. 30-35 രൂപ പറയുമായിരിക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ 40 പിടിച്ചിട്ട് കൈ കൊടുക്കാൻ നോക്കാം. എന്തോ വണ്ടി കണ്ടീഷനാ, സൂപ്പർ വണ്ടിയാണ്. നിന്റെ ലക്ക ഒരു കാര്യം ചെയ്യും, ഒരു 70 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ പോക്ക്. ഇവിടെ ജർമ്മൻ ടെക്നോളജി തൂക്കി വിറ്റാൽ കിട്ടും 1 ലക്ഷം രൂപ. അമ്മമാര് പട്ടന്മാരാണ്. ബ്രോ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല 20 രൂപ. 70? 75. 75 ഓക്കെ. നഷ്ടമാ. നിങ്ങൾക്ക് അതുകൊണ്ട് മുതലാവണോ?